ഒരാഴ്ചയിൽ കൂടുതലായിട്ട് പൊന്നുമാണ് കിച്ചൻ്റെ കൈകാര്യം മുഴുവൻ. ഡോക്ടർ എന്ത് പറഞ്ഞു അത് അക്ഷരം പ്രതി അനുസരിക്കുമെന്നുള്ളതാണ്. അതിനെക്കാട്ടി മുകളിൽ അവളുടെ കെയറിങ്. ഇതെന്ത് ദോശയാ? അല്ല ഈ ഷേപ്പ് ക്യാരറ്റ് ദോശ ഉണ്ടാക്കി വെച്ച ഇതൊന്ന് പഴം പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇത് അവൾക്ക് ഇങ്ങനത്തെ ദോശ ഇതാണ് ഇഷ്ടം. ഇതുപോലെയുള്ള അവൾക്കുള്ളത് എഗ്ഗ് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇവിടെ മുഴുവൻ ഇന്നലെ ഇതാക്കിയതാണ്, കുക്ക് ചെയ്തേണ്ടതല്ലേ. ബാക്കി എല്ലാം സഹിക്കുക. കഷായം കുടിക്കലാണ് ഒട്ടും അങ്ങോട്ട് പറ്റാത്തത്. ഫുഡിന് മുമ്പുള്ള കഷായം കൊണ്ടുവച്ചു. മേലെയാണ് ഇത് വെച്ചേക്കണ എഗ്ഗ്, താഴെ രണ്ടും ഫ്രൂട്ട്സ്. ഇത് കുടിക്കാനുള്ള വെള്ളം ഇത് എനിക്കുള്ളതും അവൾക്കുള്ളതും ബോട്ടിലാക്കി വെച്ചിരിക്കുന്നു. അത് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇത് രാവിലെ എനിക്കുള്ള ടാബ്ലറ്റ് എടുത്ത് തന്നു, ഇതാക്കിയിട്ടുണ്ട്. രാവിലെ എനിക്കുള്ള ടാബ്ലറ്റ് ഒക്കെ എടുത്ത് തന്നു. അത് പഴം പുഴുങ്ങിയത് രാവിലെ ഇതാക്കിയത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, 2 പീസ് ബാക്കിയാണ്, 3 പീസ് ബാക്കിയാണ്. ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരേ രീതിയിൽ ബെഡിൽ കിടപ്പായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എണീച്ചിരിക്കും. ബാക്കി എല്ലാ സമയത്ത് വീൽ ചെയറിൽ കൊണ്ടുവെക്കും ഓക്കെ. എന്താല്ലേ, നല്ല പ്രായത്തിൽ മക്കളൊക്കെ ഉണ്ടായാൽ ഇതാണ് ഏറ്റവും വലിയ തുണ അവർ തന്നെ ആവും എന്നുള്ള എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പൊന്നും ഞാനും. ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ഡ്രസ്സിന് എന്താണെന്നല്ലേ, കാരണം ഇതിൻ്റെ എണ്ണ ഭയങ്കര വൃത്തികെട്ട സ്മെല്ലും ഭയങ്കര ഒന്നും പറയണ്ടാമോ, ഒരു വല്ലാത്തൊരു ലൈഫാണ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ കറുത്തിരുണ്ടും. അതാ എണ്ണയുടെ ഒരു ഇതാണെന്ന് പറഞ്ഞു. എണ്ണയും വെള്ളവും ചൂട് പിടിക്കലും ഇതെല്ലാം കൂടി. കാരണം 2 മണിക്കൂർ ഒരേപോലെ ധാന്യ അമ്ല ധാരയോ അങ്ങനെ എന്തോ കൊണ്ടാണ് 50ഓളം ധാന്യങ്ങൾ ഇങ്ങനെ ഇതാക്കി തിളപ്പിച്ച വെള്ളത്തിൽ 2 മണിക്കൂർ ആ പാത്തിയിൽ ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കും, ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട്. ചില സമയത്തൊക്കെ BP വേരിയേഷനൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബോഡി താങ്ങൂല, ശരീരം മുഴുവൻ ഡെഡ് ബോഡിയുടെ കളറായി. ഈ സമയവും കടന്നു പോകും. മനസ്സിൻ്റെ ചില നന്മകളാണ് നമുക്കിങ്ങനെയൊക്കെ പണി തരണത്. ഇതോടുകൂടിയെങ്കിലും മനസ്സൊന്ന് കട്ടിയായി കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് പ്രശ്നം. ഈ സമയവും കഴിഞ്ഞു പോകും. ഇതിൻ്റെ അപ്പുറം എന്തെല്ലാം അനുഭവിച്ചു അല്ലേ. കുടിച്ച വെള്ളത്തിൽ ഇനി ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വെക്കും. അത് ഡ്രൈ ആവാൻ വെച്ചിരിക്കുന്നത്. ഇത് സ്പൂണും ബാക്കി സാധനങ്ങളും ഒക്കെ. അതിപ്പോൾ രാത്രിയിലത്തെ ഉച്ചക്കലത്തെ ലഞ്ചാട്ടോ. ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അതാ ചമ്മന്തി ഉരുട്ടി വെച്ചിരിക്കുക. ഉമ്മ വീട്ടിൽ ഗ്രാൻഡ്മ ഇതുപോലെ അമ്മിയിൽ ചമ്മന്തി അരച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കൽ. ആ തൊട്ടപ്പുറത്തിരിക്കുന്ന ചോറ് മിക്സിയിൽ അതിലിട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അമ്മിയിലാണെങ്കിൽ ഞാൻ അങ്ങനെ ഇട്ടെടുക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ആ മിക്സിയിൽ ബാക്കി കഴുകുന്നതിന് മുമ്പില്ലേ അങ്ങനെ എടുത്ത് അതും കൂടി കൊണ്ടു തന്നത്. ഇത് പരിപ്പ് കറി, തൈര്, ഇത് മുരിങ്ങയിലയുടെ വെള്ളമാണ്. BP ഇങ്ങനെ ഹൈ ആയിട്ടിരിക്കുന്നത് കാരണം BPയുടെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, കോൺകോഡ് 5. അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങയുടെ തിളപ്പിച്ച വെള്ളം അടുത്ത ചമ്മന്തിയുടെ ബാക്കിയുള്ളതും കൂടി കൊണ്ടുവച്ചു. ഇത് രാവിലത്തെ ഞാൻ ഒരൊറ്റ ദോശയെ കഴിച്ചോളുന്നു. ഈ ഫുഡൊന്നും തീരെ വേണ്ട. പൊതുവേ ഫുഡ് കുറവാണ്. അതിൻ്റെ മുരിങ്ങയില തോരൻ ഇതെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാട്ടോ. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു കൊടുത്ത്. പക്ഷേ ഇത് ബീട്രൂട്ട് ഉപ്പേരി ഒറ്റയ്ക്കുണ്ടാക്കി. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഒറ്റയ്ക്കുണ്ടാക്കി. മുഖം നിറയെ ഇന്നിപ്പോൾ നസ്യവും കൂടി കിഴിയുണ്ടായിരുന്നു, നസ്യമുണ്ടായിരുന്നു. അപ്പോൾ മുഖം മുഴുവൻ എന്തൊക്കെയോ എണ്ണയൊക്കെയാണിത്. തല നിറയെ ഇതേപോലെ എണ്ണ ഇങ്ങനെ. ഇപ്പം ഇനി ഒരാഴ്ചത്തേക്ക് കുളിക്കാൻ പാടില്ല, വെള്ളം തൊടാൻ തൊല്ല. അവരുടെ ആ അമ്ലധാരയുടെ അന്ന് ഇതാക്കിയതാണ്. അതിനുശേഷം ഇനി വെള്ളം തൊടാനേ പാടില്ല. ഇനിയിപ്പോൾ 3 ദിവസം കിഴിയും ഇതും അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈയുടെ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിലേ ഒരു കാരണവശാലും ഞാൻ എല്ലാവരോടും പറയാം, ഓവർ ടെൻഷൻ എടുക്കരുത്. എന്നോടെല്ലാവരും പറഞ്ഞാൽ ഞാൻ നിങ്ങളോടും പറയാം. വേറെ എന്ത് അസുഖവും നമുക്ക് ഭേദമാക്കാൻ പറ്റും. പക്ഷേ വേറെ എനിക്ക് ബ്ലഡ് ടെസ്റ്റിൽ യാതൊരു പ്രശ്നമില്ല, ഒന്നിലും ഒരു പ്രോബ്ലം അല്ല. ടെൻഷൻ വന്നതാണ്, ഓവർ ടെൻഷനാണ് എന്നെതായി ഇങ്ങനെ ആക്കിയത്. ഒരു മുടി മുഴുവൻ കൊഴിഞ്ഞ് തീർന്നു. ഞാൻ പണ്ടൊക്കെ 2 വർഷത്തിന് മുൻപ് വരെ ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുത്തുകൊണ്ടിരുന്ന മുടിയാണ്. ഇനിയിപ്പോൾ ഇതിൽ കൊടുക്കാനൊന്നുമില്ല, നീളം മാത്രമേ ഉള്ളൂ.
ഒരു കാരണവശാലും ടെൻഷൻ ഉണ്ട്, BP ഉണ്ടെങ്കിൽ ദയവായി ഹോസ്പിറ്റലിൽ പോവുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഗുഡ് നൈറ്റ്.